സോ ഇന്ന് വീക്ക്ലി സജഷനില് 2009 പുറത്തിറങ്ങിയ ലാസെ ഹാൾസ്ട്രോൺ ഡയറക്ട് ചെയ്തിട്ടുള്ള ഹാച്ചി എ ഡോഗ് സ്റ്റേ. ഈ മൂവി ഒരു റിയൽ ലൈഫ് സ്റ്റോറി ആയിട്ട് ബന്ധപ്പെട്ടുള്ള മൂവിയാണ്. ഇതിലൊരു അക്കീത്ത ഇനു എന്ന വർഗത്തിൽപ്പെട്ട ഒരു ഡോഗും അതിന്റെ പേരാണ് ഹാച്ചി. ആ ഡോഗിന്റെ ഓണറും തമ്മിലുള്ള ഒരു ബോണ്ടിങ്ങും അവരുടെ സ്ട്രോങ് ബോണ്ടും അവരുടെ ലൈഫൊക്കെയാണ് കാണിക്കുന്നത്. ഇത് ഇമോഷണലി നല്ല ഫീൽ ചെയ്യുന്ന ഒരു മൂവിയാണ്. സോ ഈ മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത് റോണി എന്നൊരു പയ്യൻ തന്റെ സ്കൂളിൽ ഒരു പ്രൊജക്റ്റ് ആയിട്ട് വരും, തന്റെ ലൈഫിലുള്ള ഒരു ഹീറോയുടെ സ്റ്റോറി പറയാൻ. അപ്പൊ അവൻ അവിടെ പറയുന്ന സ്റ്റോറിയാണ് തന്റെ ഗ്രാൻഡ് പേയുടെയും അതിന്റെ അയാളുടെ പെറ്റിന്റെ സ്റ്റോറി. സോ ആദ്യം ഈ ഹാച്ചി എന്ന ഈ ഡോഗ് ജപ്പാനിൽ നിന്ന് അമേരിക്കയിലേക്ക് ഒരു കൊറിയർ വഴി അയക്കുമ്പോൾ നഷ്ടപ്പെട്ട ഒരു ഡോഗാണ്. അപ്പോൾ ഇതിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് എത്തിപ്പെടും. ആ റെയിൽവേ സ്റ്റേഷനിൽ ഈ പ്രൊഫസറിനെ കണ്ടുമുട്ടും. പ്രൊഫസർ ആണ് റോണിന്റെ ഗ്രാൻഡ് പാ, പാർക്കർ വിൽസൺ എന്നാണ് അയാളുടെ പേര്. പിന്നെ ഈ പ്രൊഫസർ ഈ നായങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കണ കാണുമ്പോൾ അവിടുന്ന് എടുത്തു കൊണ്ടുപോകും. എന്നിട്ട് വേറെ ആൾക്കാർക്ക് ഇങ്ങനെ ഏൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആരും അത് ഏറ്റെടുക്കാൻ തയ്യാറാവില്ല. സോ അയാള് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകും. അവിടുന്ന് വൈഫ് ആദ്യം സമ്മതിക്കൂലെങ്കിലും പിന്നെ അയാള് അതിനോട് ഇഷ്ടം തോന്നി അതിനെ വളർത്താൻ തീരുമാനിക്കും. പിന്നെ അയാൾ അതിനെ വളർത്തുന്നതും അവർ തമ്മിലുണ്ടാകുന്ന സ്ട്രോങ് ബോണ്ടും അവരുടെ ലൈഫൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷെ പിന്നെ ഒരു അൺഫോർച്ചുനേറ്റ് സാഹചര്യം കൊണ്ട് ഈ ഡോഗിനെ അയാളെ നഷ്ടപ്പെടും. പിന്നീട് ആ ഡോഗിന്റെ ലൈഫ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് സ്റ്റോറിയിൽ പറയുന്നത്. സോ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ മൂവി ഒരു റിയൽ സ്റ്റോറി ബേസ്ഡ് ആയിട്ടുള്ള മൂവിയാണ്. സോ റിയൽ ലൈഫിൽ ഡോഗിന്റെ പേര് ഹാച്ചി തന്നെയാണ്. പക്ഷെ പ്രൊഫസറിന്റെ നെയിം ഇതില് മൂവിയില് പാർക്കർ വിൽസൺ എന്നാണ്. പക്ഷെ അങ്ങനെയല്ല റിയൽ നെയിം. ഹിദേസാബറോ എന്ന് പറഞ്ഞൊരു ജപ്പാനില് ഉള്ള ഒരാളാണ്. മൂവിയില് അമേരിക്കക്ക് കൊറിയർ അയച്ച് നഷ്ടപ്പെടുന്നതായിട്ടാണ് കാണിക്കണേ. പക്ഷെ റിയൽ ലൈഫിൽ അങ്ങനെയല്ല. ജപ്പാനിൽ തന്നെയാണ് സംഭവം നടന്നത്. ജപ്പാനിലെ ടോക്കിയോ പറഞ്ഞ സ്ഥലത്ത് 1920s 1930s നടന്നിട്ടുള്ള ഒരു സംഭവമാണിത്. ഇത് ജപ്പാനിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. അത് ഷിബുയ ട്രെയിൻ സ്റ്റേഷന്റെ അവിടെ എൻട്രി തന്നെ ഈ ഡോഗിന്റെ പ്രതിമയൊക്കെ അവർ നിർമ്മിച്ചിട്ടുണ്ട്. ഈ സിനിമന്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഭയങ്കര ഇമോഷണലി ടച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഒരു പെറ്റ് ലവർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് കാണുമ്പോൾ കരഞ്ഞു പോകുന്ന ഞാൻ വിശ്വസിച്ചത്. ഞാനിത് കണ്ടപ്പോ തന്നെ എനിക്ക് കണ്ണെന്നൊക്കെ വെള്ളം നിറഞ്ഞ ആകതായിരുന്നു. ആ ഹാച്ചി പറഞ്ഞ ഡോഗിന്റെ ആ പ്രൊഫസറും തമ്മിലുള്ള ബോണ്ടിങ്ങും അവരുടെ ലൈഫും പിന്നെ ആ ഡോഗിന് ആ ഓണറോടുള്ള ലോയാലിറ്റി ഒക്കെ കാണുമ്പോൾ നമുക്ക് എന്തായാലും കണ്ണിൽ വെള്ളം നിറഞ്ഞു. സോ നിങ്ങളിത് കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ ഒക്കെ കമന്റ്സിൽ അറിയിക്കുക. ഒട്ടുമിക്ക എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഒപ്പീനിയൻസ് അറിയിക്കുക. നെക്സ്റ്റ് വീക്കിലെ അടുത്ത സജഷനായിട്ട് കാണുന്നവരെ ബൈ.